വയനാട് ഫണ്ട് പിരിവിൽ വീഴ്ച വരുത്തിയ നിയോജകമണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ യൂത്ത് കോൺഗ്രസിൽ നടപടി. 11 നിയോജകമണ്ഡലം പ്രസിഡന്റുമാരെ സംസ്ഥാന നേതൃത്വം സസ്പെൻഡ് ചെയ്തു. 50,000 രൂപയെങ്കിലും പിരിച്ചു നൽകാത്തവർക്കെതിരെയാണ് നടപടി. KR സാജു ചേരുന്നു. സാജു, ഈ ഫണ്ട് പിരിവിൽ എന്ത് സംഭവിച്ചുവെന്ന് പറഞ്ഞാണ് നടപടി? ഈ ചുമതല ഏൽപ്പിച്ചിരുന്ന ആളുകളുടെ വിശദീകരണം എന്താണ്? ധന്യ, യൂത്ത് കോൺഗ്രസിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ വീടുകൾ വെച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവിൽ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴയിൽ നടന്ന നേതൃ ക്യാമ്പിൽ തന്നെ ഇത് സംബന്ധിച്ച നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. അത് വാർത്തയായതോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ച് പിരിച്ച പണം മുഴുവൻ അക്കൗണ്ടിലുണ്ട്, 85 ലക്ഷത്തോളം രൂപ എന്ന് വിശദീകരിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഈ പിരിവ് കാര്യക്ഷമമായി നടത്തിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ 11 നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അത് പെരിന്തൽമണ്ണ, തിരൂരങ്ങാടി, തിരൂർ, താനൂർ, ചേലക്കര, ചെങ്ങന്നൂർ, കഴക്കൂട്ടൻ, കാട്ടാക്കട, കോവളം എന്നീ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. സർക്കുലറിൽ സംഘടനാ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി എന്ന് മാത്രമാണ് വിശദീകരിക്കുന്നത്. അതേസമയം ഈ കാര്യത്തിനാണ് ഫണ്ട് പിരിവ് മുണ്ടക്കൈ ചൂരൽമലയിൽ വീടുകൾ വെച്ചു കൊടുക്കാനുള്ള ഫണ്ട് പിരിവ് കാര്യക്ഷമമായി നടത്താത്തത് കൊണ്ടാണ് നടപടി എന്നത് ആ സർക്കുലറിൽ വിശദീകരിക്കുന്നില്ല. 50,000 രൂപ പിരിച്ചു നൽകാത്തവർക്കാണ് എതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നതെന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. പക്ഷേ നടപടി നേരിട്ടതിൽ പലരും പറയുന്നത് 35,000-ഉം അതിലധികമോ ഒക്കെ പിരിച്ച് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ക്യാമ്പിൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർത്തിയതിനുള്ള ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഒരു ഫണ്ട് പിരിവ് കാര്യക്ഷമമാക്കി പോകണമെങ്കിൽ താഴെ തട്ടിൽ വളരെ ശക്തമായ സുസംഘടിതമായ സംഘടനാ സംവിധാനം ഉണ്ടാവേണ്ടതുണ്ട്. നിലവിൽ യൂത്ത് കോൺഗ്രസിന് അത്തരം സംവിധാനങ്ങൾ ഇല്ല എന്നും സംസ്ഥാന നേതൃത്വം താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും കമ്മിറ്റികൾ വളരെ കൃത്യമായി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളുമുണ്ട്. ഇതോടുകൂടി ഈ നടപടി സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങളും ഇതോടൊപ്പം തന്നെ ഉയർന്നു വരികയാണ്. പക്ഷേ അത് പാർട്ടി ഫോറത്തിന് അപ്പുറത്തേക്ക് പറയാൻ ഇപ്പോൾ നേതൃത്വം തയ്യാറല്ല. കാരണം പ്രതികാര നടപടികൾ കൂടുതൽ ഉണ്ടാകുമോ എന്ന് നടപടി നേരിട്ടവർക്ക് ആശങ്ക കൂടി ഉണ്ട് താനും. ധന്യ. ശരി സാജു.